ഇവനാണെങ്കിൽ ഇവൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ലൈഫ് നോർമൽ ലൈഫായിട്ട് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനൊരു ഹെർബൽ ചെടി അന്വേഷിച്ച് വന്നതായിരുന്നു. വളരെ ഉയരത്തിലാണ് ഉണ്ടായിരുന്നത്. അതവന് വളരെ കഷ്ടപ്പെട്ട് അവൻ മുകളിൽ കയറി അതെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഒരുപാട് ഹാപ്പിയായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ കാല് സ്ലിപ്പായിട്ട് അവൻ ആ പൊക്കത്തിൽ നിന്നും തറയിലോട്ട് വീഴുന്നുണ്ട്. അങ്ങനെ അവന് മുറിവൊക്കെ പറ്റുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ ബോയ് ഫ്രണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അവൻ്റെ മടിയിൽ പിടിച്ച് കിടത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും അവന് ഒട്ടും വയ്യാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അവനിങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഈ ചെടി കൊണ്ട് നിനക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും, നീ ഇത് യൂസ് ചെയ്ത് നീ നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മരിക്കുകയാണ്. മരിക്കുന്നതും ആ പയ്യനാണെങ്കിൽ ഒരുപാട് അലറി കരയൊക്കെ ചെയ്യുന്നുണ്ട്. നിൻ്റെ കൂടെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കും ഈ ലൈഫ് വേണ്ട എന്നും പറഞ്ഞ് അവൻ സ്വയം കത്തി കൊണ്ട് മരിക്കാൻ വേണ്ടി പോവുമായിരുന്നു. കത്തി കൊണ്ട് കുത്തി മരിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അങ്ങനെ അവൻ സ്വയം കുത്തി മുറിവേൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാം ടൈം ഫ്രീസ് ആവുകയാണ്. അങ്ങനെ ഒരു കറുത്ത പൂച്ച അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവനൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നുണ്ട് ആ പൂച്ച. എന്നിട്ട് അവിടെ നടക്കാൻ പോകുന്ന ആ ഫേറ്റ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു കുട്ടി പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ഇപ്പോൾ അവരുടെ വിധിയെ തിരുത്തി എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടും, അത് നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അവരെ വിധി അനുസരിച്ച് അവരെ തീരുമാനം എടുക്കാൻ നീ വിടണം എന്ന് പറയാണ്. അപ്പോഴേ ഇല്ല, ഞാൻ എൻ്റെ മാസ്റ്ററിനെ ഒരിക്കലും മരിക്കാൻ വിടില്ല എന്നൊക്കെ ഇവനും പറയുന്നുണ്ട്. അവൻ്റെ വിധി തിരുത്താൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഈ പയ്യനാണെങ്കിൽ ആ കൊച്ചു പയ്യനാണെങ്കിൽ അവൻ്റെ പവർ യൂസ് ചെയ്ത് അവനെ ബന്ദിയാക്കി വെക്കുന്നുണ്ട്. നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, നീ എത്ര ശ്രമിച്ചാലും അവരെ വിധിയെ നമുക്ക് തിരുത്തി എഴുതാൻ പറ്റില്ല, ഇവർ രണ്ടുപേരും ഒരുമിച്ച് മരിക്കും, അതുകൊണ്ട് തന്നെ അത് നിനക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ആ കുട്ടി ഇവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആ പൂച്ചയുടെ രൂപത്തിൽ വന്ന ആ ഹ്യൂമൻ പറയാണ്, എനിക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല, ഞാൻ ഈ വിധിയെ മാറ്റി എഴുതാൻ തന്നെ ശ്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നുണ്ട്. പക്ഷെ ആ കുട്ടി അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇവരെ വിധി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം ഇവർ പുനർജനിച്ചാലും ഇവരിൽ ഒരാൾ മരണപ്പെടും ആദ്യം, അത് ഉറപ്പായൊരു കാര്യമാണ് എന്ന് ആ കുട്ടി അവന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടി അവിടെ നിന്ന് അപ്രതീക്ഷിതമായി പോകുന്നുണ്ട്. പിന്നെ അവൻ വരുന്നത് മോഡേൺ വേൾഡിലാണ്. അപ്പോൾ ഈ മോഡേൺ വേൾഡിൽ നിന്നും അവൻ്റെ പാസ്റ്റ് ലൈഫിൽ അവന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സീനാണ് ഈ കാണിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ വേൾഡിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് മോഡേൺ വേൾഡിലോട്ട് വന്ന ആ പൂച്ച ഹ്യൂമനാണ്. ആ കറുത്ത പൂച്ചയ്ക്ക് ഹ്യൂമനായിട്ട് മാറാനുള്ള ശേഷിയുമുണ്ട്. അങ്ങനെ അവൻ ഹിസ്റ്റോറിക്കൽ ടൈമിൽ നിന്ന് മോഡേൺ വേൾഡിലോട്ട് ടൈം ട്രാവൽ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അവൻ്റെ മുമ്പത്തെ ഹിസ്റ്റോറിക്കൽ വേൾഡിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് അവൻ ആലോചിച്ചെടുക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ മോഡേൺ വേൾഡിലെത്തിയത് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചെടുക്കുന്നതാണ്. അവിടെ സംഭവിച്ച കാര്യങ്ങളാണ് ഇവനിങ്ങനെ ചിന്തിക്കുന്നത്. ഇതൊരു ഫാൻറ്റസി ചൈനീസ് ഡ്രാമയാണ്. ഇത് സീസൺ 2 ആണിപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.